ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ ഒരു കല്യാണം നടന്നു. കല്യാണം കഴിച്ചവന്റെ പേര് റജി എന്നാണ്. 39 വയസ്സാണ്. റജി കല്യാണം കഴിച്ചു. റജിയുടെ കൂടെ ഒരു ജിജോ ഉണ്ടായിരുന്നു സഹായിയായിട്ട്. ഒരു പാവപ്പെട്ട വീട്ടിൽ വന്നു, കല്യാണം ആലോചിച്ചു. ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക്, യുവതിയുടെ വീട്ടുകാർക്ക് മറ്റ് സംശയങ്ങളൊന്നും തോന്നിയില്ല. കല്യാണം നിശ്ചയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം നടക്കുകയും ചെയ്തു. പേര് റജി എന്ന് പരിചയപ്പെടുത്തിയത് കൊണ്ടും കൂടെ വന്ന ബന്ധുവായി അഭിനയിച്ചത് ജിജോ എന്ന ചെറുപ്പക്കാരനായതുകൊണ്ടും ഈ രക്ഷിതാക്കൾ അന്വേഷിച്ചു, നിങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാരും ഒന്നും എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല, എന്തേ ആരെയും കണ്ടില്ല? അപ്പോൾ റജി ആ യുവതിയുടെ അച്ഛനോട് പറഞ്ഞു, വരാത്തത് മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നു, അത് മതം മാറിയുള്ള കല്യാണമാണല്ലോ, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ഞാനിപ്പോൾ വെൽ സൗണ്ടാണ്, അതായത് ഞാൻ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമാണ്, അതുകൊണ്ട് നിങ്ങളുടെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡാണ്ടട കിടക്കുന്നു. ആരാണ്? ഈ റജിയുടെ രണ്ടാം ഭാര്യ. അപ്പോ ചോദിക്കും, ഇവൻ എത്രാമത്തെ കല്യാണമാണ് കഴിച്ചതെന്ന്. ഇവൻ ഈ പാവം അപ്പനെയും അമ്മയൊക്കെ കള്ളം പറഞ്ഞിട്ട് ഇവൻ കെട്ടിയത് 3ാമത്തെ പെൺകുട്ടിയാണ്. ആദ്യത്തെ 2 വിവാഹങ്ങളിലായി അവന് 4 മക്കളുണ്ട്. എന്നിട്ട് ഇവന്റെ ബന്ധുവായി വന്ന ജിജോ അവനെ വിദേശത്ത് കൊണ്ടുപോകാം ജിജോ, വിദേശത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകാം ജിജോ എന്ന് പറഞ്ഞ ഈ ചതിയൻ ആ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് 35 ലക്ഷം രൂപ, 1ഉം 2ഉമല്ല 35 ലക്ഷം രൂപ അടിച്ചെടുത്തു. അപ്പൊ ജിജോയ്ക്ക് വേറെ നിവർത്തിയില്ല, ഇവൻ പറയണത് കേട്ടേ പറ്റൂ, കാരണം ജിജോയുടെ കാശ് മുഴുവൻ ഇവന്റെ കയ്യിൽ. അങ്ങനെ 1ഉം 2ഉമല്ല 3 കെട്ടിയ റജി എന്ന 39കാരനെ പോലീസ് പോക്കി. പോലീസ് പോക്കുമ്പോഴും രസമാണ്. ഇപ്പോ ഇവന്റെ പേര് റജി എന്നാണല്ലോ. അപ്പൊ ഇവൻ വ്യാജ പേരിലാണ് കല്യാണം കഴിച്ചിരുന്നത്. എന്താണ് പേര്? ജോബിൻ എന്ന പേരിലാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ രണ്ടാം ഭാര്യ വന്ന് പറഞ്ഞു, ഈ അപ്പനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു, ഇല്ല, ഇയാൾ എൻ്റെ ഭർത്താവാണ്, ഇയാൾക്ക് കൊല്ലത്ത് നല്ലിലയിലും അതുപോലെ തന്നെ കണ്ണനെല്ലൂരിലും ഇയാൾക്ക് കുടുംബമുണ്ട്, 4 മക്കളുണ്ട്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് വിശ്വസിക്കണം. അപ്പോൾ അവര് ഈ പറഞ്ഞ ക്ഷേത്രത്തിലാണ് കല്യാണം നടന്നതെന്നൊക്കെ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞു, രണ്ടാമത്തെ ഭാര്യ. ഈ അപ്പനും അമ്മയും ഈ ജോബിൻ മരുമകൻ ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഒരമ്പലങ്ങളിലും രേഖയില്ല, ഈ പേരിൽ ആരും കല്യാണം കഴിച്ചിട്ടില്ല. ഈ പെൺപിള്ള ഈ യുവതി, അതായത് ഇവന്റെ രണ്ടാം ഭാര്യ നേരെ പോലീസിന് പരാതി കൊടുത്തു. പോലീസ് ഇക്കാര്യം രഹസ്യമായും വിശദമായും സമഗ്രമായും അന്വേഷിച്ചു. അപ്പോ സംഗതി ശരി തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് 2 ദിവസമായില്ലയോ കല്യാണം കഴിഞ്ഞിട്ട്, എത്രയും പെട്ടെന്ന് തിരികെ വിളിക്കുക. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ മരുമകനെ വിളിച്ചു, ജോബിൻ എന്ന കള്ളപ്പേരിൽ വന്ന റജിയെ വിളിച്ചു, മോനെ അടുത്തൊരു മരണം, മോളെയും കൊണ്ടിങ്ങ് വരണം, മോനെ അടുത്തൊരു മരണം, മോളെയും കൊണ്ടിങ്ങ് വരണം. ഉടനെ ഇതാ വരുന്ന അപ്പാ എന്ന് പറഞ്ഞ് ജോബിൻ ഭാര്യയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അടൂരാണ് വീട്, ശാസ്താംകോട്ട പോലീസാണ് പിടിച്ചത്. അവിടേക്ക് പോയി സമയം പോകുന്നു. വീട്ടിൽ ഒരു 7:30 ആയപ്പോൾ എത്തി. പക്ഷെ സമയം പോയിട്ട് മരണ വീട്ടിലോട്ട് അമ്മായി അപ്പൻ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പൊ എന്തോ പന്തികേട് മണത്തു. അപ്പോ ജിജോ, ആര്, ഇവന്റെ സഹായി ഇവനെ തേടി വന്നു. ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് പുറപ്പെട്ടിട്ട് ഒത്തിരി നേരമായല്ലോ, അങ്ങോട്ട് തിരികെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് വന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നു. അവനെയും അവിടെ പിടിച്ച് വീട്ടിലിരുത്തി. നീയും കൂടെ ആണല്ലോ കല്യാണത്തിന് വന്നത്. എന്നിട്ട് അവർ നേരെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി. പോലീസും കൂടെ എത്തിയപ്പോൾ ഇവന് പന്തികേട് മണത്തു. ഇവൻ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ച ഇവനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടി ചവിട്ടിക്കൂട്ടി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, 2 കല്യാണം കഴിച്ചു, 4 മക്കളുണ്ട്, എന്നിട്ട് 3ാമതൊരു കല്യാണം. എന്താണ്? കള്ളപ്പേരിൽ. ഇങ്ങനെ ഒരു തട്ടിപ്പുകാരൻ കൂടെ കൊണ്ടു നടന്ന സഹായിയെയും തട്ടിച്ചു എന്ന് പറയുമ്പോൾ ഇമാതിരി ഒരു ഉടായ്പ് കേരളത്തിലല്ലാതെ വേറെ എങ്ങും നടക്കാൻ ഇടയില്ല. ഏതായാലും ആ തട്ടിപ്പുകാരനെ പോലീസ് അകത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം.